പിണറായി സ്വാമിയുടെ അയ്യപ്പ ഭക്തിയും സജിസ്വാമിയുടെ അമ്മയ്ക്കൊരുമ്മയും. ഈ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ നേർരേഖ അല്ലെ നേർസാക്ഷ്യം കാണണമെങ്കിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്കും പ്രത്യേകിച്ച് ഈ CPM രാഷ്ട്രീയത്തിലോട്ട് നോക്കിയാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്നറിയോ, ഈ സജി ചെറിയാൻ ഭരണഘടനയെ കുന്തും കുടച്ചക്രം എന്ന് പറഞ്ഞ ആളാണ്. അത്രയ്ക്കുള്ള വിവരം അദ്ദേഹത്തിനുള്ളൂ. ആ മനുഷ്യൻ ഇവിടെ ഇപ്പോൾ അമൃതാനന്ദമയ്യനെ കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടല്ലോ എല്ലാവരും. അവരുടെ ഏറ്റവും വലിയ ആൾദൈവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിരുള്ള ആളുകളാണ്. ആൾദൈവങ്ങളെ പൂജിക്കുന്നതും ഇവരാണ്. കാരണം പിണറായി ആൾദൈവമാണ് അവർക്ക്. പിണറായിനെ ദൈവമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, ദൈവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ആൾദൈവങ്ങളെ പൂജിക്കുന്ന സജി ചെറിയാനിപ്പോൾ അമൃതാനന്ദമയനെ പൂജിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല, അവസരവാദം. അവിടെയാണ് വിഷയം. അദ്ദേഹം പൂജിക്കുകയോ പൂജിക്കാതിരിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ അവരുടെ ഇഷ്ട വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് വിഷയമല്ല. പക്ഷേ അവസരവാദം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ഇപ്പോൾ അവരുടെ ഭാഷ്യം പറയാച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്കത് വലിയ വിജയമായിരുന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം. അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ്? എൻ്റെ ചോദ്യം അതാണ്. ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവരാമെന്ന്? അത് 10 കൊല്ലം ഓർത്തില്ല, ഇല്ല, ഈ അവസാന നിമിഷമാണ്. അതെ, അതിന് കാരണം ഉണ്ടല്ലേ. അയ്യപ്പ സംഗമത്തിൽ പിന്നെ പലരും പല കിംവദന്തികളും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയാം. കാരണം പിണറായിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല, പിണറായി തൊട്ടുന്നെല്ലാം പിഴച്ചു പോകുന്നു, മക്കൾക്ക് ദോഷം വരുന്നു, എല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ അയ്യപ്പ കോപമാണ്, അതുകൊണ്ട് അത് പ്രായശ്ചിത്തം, അയ്യപ്പ കോപമാണ്, അപ്പോൾ അതിന് പ്രായശ്ചിത്തം വേണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് അറിയാത്ത കാര്യം. ഇതിനു മുമ്പായിട്ട് തന്നെ ഗോപരിപാലനം, കറുപ്പൊടുക്കുന്നു, കറുത്ത വണ്ടികളാക്കുന്നു, അങ്ങനെ മൊത്തത്തില് അല്ല, ഇവിടുത്തെ ജനങ്ങളിലും അല്ലെങ്കിൽ ഈ കുട്ടി സഖാക്കളിലും ഈ സഖാക്കളിലൊക്കെ വിചാരം ഇദ്ദേഹത്തിന് ഇത് ഭക്തിയില്ല എന്നുള്ളതാണ്. അത് പിണറായി വിജയനെ കേരളങ്ങളുടെ ഏറ്റവും വലിയ ഭക്തി നമുക്കറിയാഞ്ഞിട്ട് നമുക്കറിയാം. പക്ഷെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇന്ന് പിണറായി വിജയനെ പോളം ദൈവഭക്തിയുള്ള ഒരാൾ കേരളത്തിലില്ല. അത്രയും വലിയ ഭക്തിയാണ്. കാരണം ഈ പശുവിൻ്റെ കാര്യം നമുക്കറിയാലോ. ഈ പശു കൊടന്നതും തൊഴുത്ത് മാറ്റിയതും ലിഫ്റ്റ് പെടുന്നതും ഈ മറ്റേ ആഡംബര ബസ് വാങ്ങിയതും അതുപോലെ തന്നെ ഈ കാറ് വാങ്ങിയതും ഒക്കെ ഓരോ പണിക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടാണ്. അങ്ങനെയൊക്കെ പറയണ കേൾക്കാമെന്ന് നമ്മൾ കണ്ടിട്ടില്ല, അറിയില്ല. നാളെ എൻ്റെ പേരിലും മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, പറഞ്ഞു കേട്ടതാണ്. തന്നെ തോന്നി, എടാ ദൈവം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കാരണം ഒരു വിശ്വാസവും ഇല്ലാതെ നടത്തപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് തന്നെ തോന്നി, എടാ ഇത് ദൈവം ഉണ്ടായിരിക്കാം എന്നൊരു തോന്നൽ. അല്ല, വലിയ വിശ്വാസേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് 41 ദിവസം വ്രതമെടുത്ത് കെട്ടും നിറച്ച് ഇരുമടിക്കുട്ടി നിറച്ച് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലിപ്പുള്ളി പോയിട്ടുണ്ടാവും. അത് പറയുമ്പോൾ ഓർത്തത്, നമുക്ക് ഇദ്ദേഹത്തെ അവസരവാദിയല്ല, ഇദ്ദേഹത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇദ്ദേഹം ചെയ്യേണ്ടുന്നത് ഈ അയ്യപ്പ സംഗമവും ഈ പരിപാടിയും ഈ നാടകവും കാണിക്കുന്നതിന് പകരം ഇദ്ദേഹം ചെയ്യേണ്ടത് ഈ മണ്ഡലകാലം വരുമ്പോഴത്തേക്കും പുള്ളി ഇരുമുടിക്കെട്ടുമേന്തി മുഖ്യമന്ത്രിയല്ലേ, പുള്ളി കാണിച്ചു കൊടുക്കണം, ഇതാ ഒരു കമ്മ്യൂണിസ്റ്റിന് ഇതൊന്നും പ്രാപ്യമല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇരുമുടിക്കെട്ട് വിട്ട് പുള്ളിക്ക് നടക്കാൻ വയ്യെങ്കിലും മറ്റേ ഡോളിയെ പുള്ളി എടുത്തുകൊണ്ടാണെങ്കിലും പോകും, ഹെലികോപ്റ്ററിലാണെങ്കിലും കൂടെ അവിടെ കൊണ്ടിറക്കും. അങ്ങനെ പോയി ആ അയ്യപ്പനെ ഒന്ന് തൊഴുത് കാണിക്കുകയാണ് പുള്ളി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തെ നമുക്ക് അല്ല, അത് അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. കഴിയാത്തൊരു മറ്റൊരു കാരണമുണ്ട്. രഹന ഫാത്തിമേനെയും ബിന്ദു അമ്മിണിനെയും ഇരുട്ടിൻ്റെ മറവിൽ പോലീസുകാർ അമ്പടിയോട് കൂടിയിട്ട് എല്ലാ സംവിധാനവും കൊടുത്ത് അവർക്ക് കാശും കൊടുത്ത് അവിടെ സന്നിധാനത്തിൽ കൊണ്ട് ഇറക്കിയത് പിണറായി വിജയനല്ലേ? നേതൃത്വം കൊടുത്തു. ആ ആചാര ലംഘനത്തിന് ആ നേതൃത്വം കൊടുത്തതിന്റെ പിറ്റേ ദിവസം ആള് പ്രസംഗിച്ചത് എന്താ? പ്രസംഗിക്കാൻ മീൻസ് പത്രക്കാരോട് പറഞ്ഞെന്താ? അവിടെ പെണ്ണുങ്ങൾ കയറിയില്ലേ, യുവതികൾ കയറിയില്ലേ, വല്ലതും സംഭവിച്ചോ എന്നാണ് പറഞ്ഞത്. തന്ത്രിമാരെ അപമാനിച്ചു, അവിടുത്തെ തന്ത്രിമാരെ പരസ്യമായിട്ട് അപമാനിച്ചു. ആചാര ലംഘനത്തിന് വേണ്ടുന്ന സകല ഒത്താശയെ നേതൃത്വം നൽകി. അതിനെ പ്രതികരിച്ചവർക്കെതിരെ ആയിരക്കണക്കിന് അമ്മമാരുടെ പേരിൽ നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ നടപടി എടുത്തിട്ട് ആ മനുഷ്യനാണ് ഘടകം പറഞ്ഞ് ഓന്തിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നേ. എനിക്ക് സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദുമത വിശ്വാസി എന്ന നിലയ്ക്ക് ആ പിണറായി വിജയൻ്റെ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ അയ്യപ്പന് പൂജ എന്നൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അപ്പം എന്ത് പുച്ഛിക്കലാണത്, എന്തൊരു കളിയാക്കലാണ്, എന്തൊരു പുച്ഛിക്കലാണ്. അങ്ങനെ അല്ല, അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ചാണ് സ്വരാജ്. അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാണ് സ്വരാജ്. അപ്പോൾ ഈ
മറ്റേ സുധാകരൻ പറഞ്ഞ ഓർമ്മയില്ലേ, ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളതൊക്കെ, ഈ വേണ്ട ശ്രീമതി ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ, സ്ത്രീകൾ കുളിച്ചിറങ്ങി പോണതും മറ്റേ നനഞ്ഞ ഈറും കൊണ്ടുപോകുന്നതും അവിടെ ആസ്വദിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുള്ള ശ്രീമതി ടീച്ചർ. ഈ സഖാക്കൾ ആരാണ് ഈ ദൈവത്തെ നല്ലത് പറഞ്ഞിട്ടുള്ളത്? അപ്പം ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ ഭക്തി ഉണ്ടായ നല്ല കാര്യം തന്നെ, ഭക്തി ഉണ്ടാവട്ടെ, ദൈവസ്വത്തോളം നല്ല കാര്യം തന്നെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒരു ഭക്തമായി തീരട്ടെ, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ പിണറായി വിജയനാണ് അന്ന് പറഞ്ഞത്, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പൂജാരിയും കല്യാണം കഴിക്കാൻ പാടില്ല, നിങ്ങൾ എന്തിനു കല്യാണം കഴിക്കും? എന്നിട്ട് അട്ടഹസത്തി ഒരു ചിരിയാണ് പൊതുവേദിയിൽ. ഒന്ന്. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, ഇപ്പോൾ അവിടെ യുവതികൾ കയറിയില്ലേ, ഇനിയിപ്പോൾ എന്തൊരു പുണ്യമാണ്, അതിനെതിരെ മതില് കെട്ടിയ ആളുകളാണ് നവോത്ഥാനം സൃഷ്ടിക്കാൻ, നവോത്ഥാന സമിതി മതില് കെട്ടി. ആരാണെന്നല്ലേ അതിൻ്റെ ആൾക്കാർ? അതിൻ്റെ ആൾക്ക് വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയ വിഷം വമിക്കുന്ന, തുപ്പുന്ന, വായെടുത്താൽ വർഗീയതയല്ല അത് പറയാത്ത ഇയാളെ കൊണ്ട് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി അവസാനം അയാളെയും കൂടെ ചുമന്നുകൊണ്ട് ആ വേദിയിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രയും പരിഹാസ്യമായ, ജനങ്ങളെ അപമാനിക്കുന്ന. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയും വിഡ്ഢികളാണെന്നും മണ്ടന്മാരാണെന്നും ദയവായി നിങ്ങൾ കരുതരുത്. കാരണം ഇത്രത്തോളം ഇപ്പോൾ ഈ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു ആചാരവിരുദ്ധത, ഈ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിച്ച, വിമർശിച്ച, അതിനെ ഇല്ലാതാക്കാൻ, തച്ചുടയ്ക്കുവാൻ ശ്രമിച്ച നിങ്ങൾ തന്നെ 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്തരം നാടകങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വെറും മണ്ടന്മാരായിട്ടും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതെല്ലാം മായ്ച്ചു കളയാൻ പറയുമ്പോൾ മായ്ച്ചു കളയും, നിങ്ങൾ ഇതെല്ലാം മറന്നു കളയാൻ പറയുമ്പോൾ മറന്നു കളയുകയും, നിങ്ങൾ ഈ ചവിട്ടുനാടകം കളിക്കുമ്പോൾ അതാണ് ശരിയെന്ന് കരുതുകയും ചെയ്ത് അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വെറും മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. പിണറായി വിജയൻ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെ അയ്യപ്പസ്വാമി ആ ഒരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദോഷവും വരുത്താതിരിക്കട്ടെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്, കേരളത്തിലുള്ള ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ മാറി, നിങ്ങളുടെ നിലപാട് മാറി എന്ന് ജനങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന വൃശ്ചികത്തിൽ മണ്ഡലകാലത്ത് നിങ്ങൾ മാലയിട്ട് നിങ്ങൾ ശബരിമലയിൽ പോയി നിങ്ങൾ ദർശനം നടത്തുക. അതാണ് കേരളത്തിന് കൊടുക്കാവുന്ന. അതല്ല എങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, ഇത് അടുത്ത നാടകമാണ്, പിണറായി വിജയന്റെ അടുത്ത ഭരണം പിടിക്കുവാനുള്ള നാടകമാണെന്ന് ഇവിടെയുള്ള സകല ജനങ്ങളും വിളിച്ചു പറയും. അതുകൊണ്ട് നാടകമല്ല, നിങ്ങൾ അയ്യപ്പനെ ഒന്ന് വണങ്ങി കാണിക്കൂ. ഈ രണ്ട് വ്യക്തികളെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണ്ടേ, ഒന്ന് പിണറായി വിജയനും ഒന്ന് വെള്ളാപ്പള്ളിയും. അതായത് അയ്യപ്പ സംഗമം നടത്തിയ 2 പേരാണ് കേട്ടോ മുന്നിലുള്ളത്. ഒന്ന് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച പിണറായി വിജയൻ, അവിടെ യുവതികൾ കയറി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ. ഇരുട്ടിൻ്റെ മറവിൽ ആചാരലംഘനം നടത്താൻ കൂട്ടുനിന്ന പിണറായി വിജയൻ. പൂജാരിമാർക്ക് അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പൂജാരിമാർ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. ഇപ്പുറത്ത് ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, മതം ചോദിക്കരുത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആളെ വെള്ളാപ്പള്ളി. മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ശിഷ്യൻ എന്ന് പറയാൻ നമുക്ക് മോശം പറയാം, ഒരിക്കലും പറയാൻ പറ്റില്ല, അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഗുരുവായിട്ട്. ഈ വെള്ളാപ്പള്ളി നടച്ച ഈ 2 കൂട്ടരും എന്താ പറയാ, ചക്കിക്കൊത്ത ചങ്ങരം എന്നൊക്കെ പറയില്ലേ, പരസ്പരം ചൊറിയുന്ന ഒരു കാഴ്ച. അതായത് ഈ അഡ്രസ് ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ടവനും നികൃഷ്ടനെന്ന് വരുന്ന ആ വെള്ളാപ്പള്ളിക്ക് ഒരു ശക്തി കൊടുക്കുന്നു പിണറായി വിജയൻ ആ ചെയ്ത പ്രവർത്തനത്തിലൂടെ. തിരിച്ച് അദ്ദേഹം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, ഒരു കാല് മറ്റേ BJP-യുടെയും മറ്റേ കാല് ഇവിടെയും വെച്ച് നിൽക്കുന്ന ഇയാളെ സംബന്ധിച്ചോളം പുള്ളി നൽകുവാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അദ്ദേഹം ആ വേദിയിൽ പിണറായി വിജയനെ ഒന്ന് ചൊറിഞ്ഞു, അദ്ദേഹം കേൾക്കുവാൻ ആഗ്രഹിച്ചതുപോലെ അടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ ഈ ഇടതുപക്ഷത്തിലാകുവാൻ സാധ്യതയുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അതിനെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. അന്നേരം അതിലൂടെ ഈ പരസ്പരം ഈ 2 ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു. പക്ഷേ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ്. ആ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പരിപ്പ് ഇവിടെ വേഗമോ ഇല്ലയോ എന്നാണ് നമുക്കിനിയും. അല്ല, അതിനോട് തർക്കം വേണ്ട. കാരണം ഇതുപോലെ വിശ്വാസികളെ ദ്രോഹിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. ഇതുപോലെ വിശ്വാസികളെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഇത്രയും മാത്രം ദ്രോഹിക്കുകയും പുച്ഛിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്ന ശശികല ടീച്ചർ പോലും ഇയാളുടെ പിന്നിലാണ്, അതായത് വെള്ളാപ്പള്ളി നടച്ചതിന് പിന്നിലാണ്. കാരണം അതുപോലെ വർഗീയ വിഷം തുപ്പുന്ന ഒരു മനുഷ്യനായി വെള്ളാപ്പള്ളി മാറി. ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ ജാതി ചോദിക്കരുത്, പറയരുത് എന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടച്ചൻ അതേ പറയൂ. ഇപ്പം മലപ്പുറത്ത് പോയിട്ട് നടത്തിയ പ്രസംഗമൊക്കെ കണ്ടില്ലേ, നമുക്കത് പറയാൻ കഴിയില്ല, മോശക്കേടാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്യം രാജാവാണ് കേരളത്തിലെ. ഇത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുതെന്ന് പറഞ്ഞ ആളാണ് ഗുരു. ആ ഗുരുവിന്
നേരെ വിപരീതമായിട്ട് ഗുരു എന്തു ചെയ്യരുതെന്ന് പറയുമോ അതെല്ലാം ചെയ്യുന്ന ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പറഞ്ഞത് ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും അവസരവാദങ്ങളുടെ രാജാക്കന്മാരാണ്. എന്നിട്ട് അവരങ്ങോട്ട് ന്യായീകരിക്കും. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിൽ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നിലപാട് മാറ്റില്ല പിണറായി വിജയനാണ് ഇപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ അയ്യപ്പ സംഘം മാത്രമല്ല അമ്മ സംഗമം നടത്തുന്നു. ഇനിയും സകല ന്യൂനപക്ഷ സംഗമവും ഇനി കാക്ക സംഗമം നടത്താൻ പോകുന്നു, ക്രിസ്ത്യൻ സംഗമം നടത്താൻ പോകുന്നു. അതുപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സകലമാന പെന്തക്കോസ്ത് ഈ ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കുന്നവന്മാര് അങ്ങനെ സകലമാന പൈശാചിക ശക്തികളുടെയും കൂട്ടായ്മ ഉണ്ടാക്കി ഇവന്മാർ ഒരു വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആരുടെ കാലം പോയി നടക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവസരവാദ രാഷ്ട്രീയത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത് ജനങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്രകാരമുള്ള ഒരു അവസരവാദ രാഷ്ട്രീയത്തിന് ഇനിയും കേരളം ഒരു വേദിയാകില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു ദുരന്തവശം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സഹായിക്കാം രക്ഷിക്കാം എന്ന് കരുതിയാൽ ഇവന്മാർ അവിടെ കിടന്ന് തമ്മിലടിയും ഇതുപോലത്തെ പണികളാണ് അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ശരിക്കും ആശങ്കയിലാണ്. ഈ അവസരവാദ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അതിന് അധ്യക്ഷത വഹിക്കുന്ന ഈ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യണോ, അതുമല്ലെങ്കിൽ ഈ തമ്മിലടിക്കുന്ന യാതൊരു പ്രത്യയശാസ്ത്രത്തിലും ഒരു സ്ഥിരതയില്ലാതെ പോകുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നു, അതോ കേരളത്തിൽ ഇതുവരെ താമര വിരിയിക്കുവാൻ ശ്രമിക്കുന്ന വിരിയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാത്ത BJPയെ സഹായിക്കണോ എന്ന ഒരു ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ. അതെ, ഈ വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ മുന്നേ സൂചിപ്പിച്ചില്ലേ 2 വഞ്ചിയിൽ കാലിട്ട് എടുക്കാന്ന്. ആൾക്കൊരു വഞ്ചിയിലെ കാലുള്ളൂ, ആൾ BJPക്കാരനാണ്, സംശയമൊന്നും വേണ്ട. BJPക്കാർ തന്നെയാണ്, BJPയുടെ നേതാക്കന്മാർ തന്നെയാണ് ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് CPMന് വേണ്ടി ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഒരു തർക്കം വേണ്ട കാര്യത്തിൽ. അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി BJPയുടെ അജണ്ട വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി കേരളത്തിൽ. വരുന്ന തവണ ഈ പറയുന്ന ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാകുകയും അടുത്ത തവണ മറ്റവർക്ക് ഒരു ധാരണ. അതെ, അതായത് വെള്ളാപ്പള്ളി നടേശനെ ഇവരുടെ ചട്ടകമെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഏജന്റാണ്. എങ്ങനെ ഇവിടുന്ന് BJP പറയുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുകയും CPMന് ഭാര്യയും മക്കളും കുടുംബം കുടവുമായിട്ട് താമര വിരിക്കാൻ ഓടി നടന്നതല്ലേ. അതെ, മകനെ അവിടെ നിർത്തിയിട്ട് ഇപ്പോഴും താമര വിരിക്കാൻ വേണ്ടി ഓടി നടന്നിട്ട് നാണം കെട്ടപ്പോഴത്തേക്കും മൈക്രോ ഫിനാൻസ് കേസ് അകത്ത് പോകാതിരിക്കുമ്പോൾ പിണറായിയുടെ സഹായം വേണ്ടതുകൊണ്ട് പിണറായിയോടൊപ്പം നിൽക്കുന്നു. എന്നാൽ ഇടയ്ക്ക് ഇത് മറിയുമോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസുമായിട്ടൊരു അല്പം ഒരു ചങ്ങാത്തം കാണിച്ചു, മകനെ രക്ഷപ്പെടുത്തിയത്. അത്തരത്തിലുള്ള അവസരവാദത്തിന്റെ പര്യായപദം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പിണറായിയും വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ നിന്ന നിപ്പിൽ നിലപാടുകൾ മറിഞ്ഞ് എങ്ങനെയും തുടർഭരണം ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഈ പിണറായിയും ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം പരിപ്പുകൾ ഈ കേരളത്തിൽ വേഗില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.